നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രേണുസുതി ഇപ്പം ഓരോ ദിവസവും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുസുതി ഒരു വ്യക്തിയെ തെറി പറയുന്നത് മുതൽ രേണുസുതിയുടെ അവസാനത്തെ ആ ലീലാവിലാസങ്ങൾ വരെ നമുക്ക് കാണാം. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയെ തെറി പറയാണ്. അപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയെ തെറി പറയുന്ന സമയത്ത് അപ്പം ഇത് വേറൊരു യൂട്യൂബിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടോന്ന് പരിസരത്ത് നോക്കട്ടെ. ചേട്ടനിങ്ങ് വന്നേ ഞാനേ ചേട്ടനോടെ ഒരു മറുപടി പറയണമെന്നുണ്ട്. എന്നിട്ട് അടുത്ത് പിടിച്ചിട്ട് ചേട്ടനെ കാണുന്നില്ല കേട്ടോ. ചേട്ടനിങ്ങനെ കൈ കാട്ടി ഇങ്ങനെ വിളിക്കുക, ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് ഒരു തെറി പറയുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ക്ലിയർ ആകുന്നില്ല. അത് പകുതി വെച്ചിട്ട് അത്രയും പറഞ്ഞ് നിർത്തുവാണ്. മനസ്സിലായത്? നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആ വീഡിയോ എന്നല്ല, തുടർന്ന് അങ്ങോട്ട് വീഡിയോ കാണാനുണ്ട്. കാരണം മമ്മൂട്ടിയുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ, ഒരു ഒറ്റ സ്ക്രീനിൽ 48 സിനിമ അല്ലെങ്കിൽ 60 സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ സിനിമ മമ്മൂട്ടിയും മോഹൻലാലും അല്ല, സുരേഷ് ഗോപിയുടെയൊക്കെ, അതല്ലെങ്കിൽ ഈ മമ്മൂക്കയും ലാലേട്ടനൊക്കെ അഭിനയിച്ച, സുരേഷ് ഗോപി ചേട്ടനൊക്കെ അഭിനയിച്ച മൂവി ക്ലിപ്പ്, ആ ഓരോ സിനിമയുടെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഒറ്റ സ്ക്രീനിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് മൊബൈലിൽ വരുന്ന കാണാം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ രേണുസുതിയുടെ കുറച്ച് അഭിനയ രംഗങ്ങൾ, അതേപോലെ ചില രതി ലീലകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു 3-4 ഐറ്റം ഉണ്ട് ഈ തെറി പറയുന്ന മുതലിട്ട്. അപ്പോൾ ആ വീഡിയോ നമുക്ക് തെറി പറയുന്ന മുതലങ്ങോട്ട് കാണാം. ഓക്കെ. ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്ന എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. കാരണം ഉലകം ചുറ്റി വന്നവളാണ് ഞാൻ. കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഈ കളിയാക്കലും പരിഹാസമൊക്കെ അനുഭവിച്ച് കേട്ട് ചെവിയൊക്കെ തയമ്പിച്ച് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഈ രേണുന്ന് പറഞ്ഞ അവള് ദുരൂഹലോ എന്നാ വർത്താനമാണോ നീ ചോദിക്കുന്നത്? ദുരൂഹൽ എന്ത് ദുരൂഹം? അവൻ വേറെ കണ്ട് പറയാൻ വന്ന വാക്ക് തിരിയുന്നില്ല. എനിക്കെന്താ ദുരൂഹത? എനിക്ക് എന്തായാലും ദുരൂഹതയുണ്ടോ? നീ എന്താ ഉദ്ദേശം? പറയാൻ പോലും വയ്യ. കാരണം ആ പേര് ഉച്ചരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. എന്നാലും പറയാൻ എനിക്ക് ഇവിടെ ഇങ്ങനെ എത്തുമ്പോഴാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് തെറിപ്പാർക്ക് ഒരു പീരിയഡ് ഉണ്ടായിരുന്നു. കൊച്ചല്ല DNA ടെസ്റ്റ് നടത്തുന്നത്. രേണു ചേച്ചി പച്ചയായിട്ട് അവരുടെ ഫോണിൽ തന്നെ കറക്റ്റ് വ്യക്തമായി പറയുന്നുണ്ടല്ലോ, കുഴിമാടത്തിൽ പോയി സുധിച്ചേട്ടന്റെ ബോഡി എടുത്തൊരു DNA ടെസ്റ്റ് നടത്തുന്നത്. എന്തുകൊണ്ട് വരുന്നില്ല? പച്ച മാംസം കൊത്തി തിന്നാതിരിക്കൂ പ്ലീസ്. ദയവ് ചെയ്ത് നിങ്ങളടുത്താണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് അതിന്റെ 10-30 കിലോ പൊന്നു കണ്ടില്ലേ? അപ്പൊ ഇതാണ് സംഗതി. മനസ്സിലായില്ലേ? ഇവര് ഒരു എന്താ പറയാ, എവിടെ ചെന്ന് കഴിഞ്ഞാലും നേരാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ തൊഴിൽ ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളത് കാണാനായിട്ടാണ് ഇത്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല. അവൻ നുണ പറയണേ, അതൊരു പാവം സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ന്യായീകരണവാദികളൊക്കെ വരും. അപ്പോൾ ചില ചേച്ചിമാരൊക്കെ ഇതിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിമാരൊക്കെ പ്രതികരിക്കുന്നത് കാണാം. മനസ്സിലായില്ലേ? ഒരു കണ്ണട വെച്ചിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ചേച്ചി പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവർ ഈ പച്ച ഇറച്ചിയുമേ കൊത്തി കാർന്ന് തിന്നരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് വരുന്നുണ്ടല്ലോ. ആര് പച്ച ഇറച്ചിയെ കൊത്തി കാർന്ന് തിന്നുമെന്നാണ് നിങ്ങളീ പറയുന്നത്, തിന്നുന്നതായി പറയുന്നത്. ഇവർ ചെയ്യുന്ന ഓരോ വൃത്തികൾ പോകൃത്തരുമാണ് ഇവിടെ സമൂഹത്തിൽ ആളുകൾ വിളിച്ചത്, യൂട്യൂബേഴ്സായാലും മറ്റുള്ളവരായാലും. അല്ല, യൂട്യൂബേഴ്സിന് വേറൊരു പണിയില്ല. അവർ പറയുന്നു രേണുസുതിന് ഇതിന് നല്ല കൊല്ലുമായിരുന്നു നല്ലത്, അല്ലെ ജീവനോടെ കുഴിച്ചു മൂടുകയാണ് നല്ലത്. അതൊന്നും ആരും ചെയ്യില്ല. അങ്ങനത്തെ മഹാഭാവം ഒന്നും ആരും ചെയ്തില്ല. പക്ഷേ ഇവർ ചെയ്യുന്ന വൃത്തികേട് എല്ലാവരും വിളിച്ച് പറയും. അപ്പം അതിന് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. രേണുസുതി എന്നും കോപ്രായത്തരങ്ങൾ കാണിച്ചോ അന്ന് മുതൽ ആളുകൾ ഇങ്ങനെ
തുടങ്ങും. അവരുടെ ഓരോ വൃത്തികേടുകൾ പരിപാടികളൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്നിട്ട് അവരതിൻ്റെ ഇടയിൽ മെഴുകുന്നു, ന്യായീകരിക്കുന്നു. ഏതൊരു സംവിധായകൻ അവരോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ആ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ അയാൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് ആ സംവിധായകൻ പറയുന്നുണ്ട്. സിനിമയാണ്, ഡ്രാമയാണ്, കോപ്പാണ്, അല്ലെങ്കിൽ മാങ്ങാത്തൊലിയാണ്, പിന്നെ എന്താ ആൽബമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾ അത് വിളിച്ച് പറയുമ്പോൾ അത് അതിനെപ്പറ്റി ആർക്കും, അത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല. മനസ്സിലായില്ലേ? ഇന്നലെ തുടങ്ങിയല്ലേ, ഇവരെന്ന് മുതൽ ഈ കോപ്രായത്തരം കാണിക്കുന്നു, അന്ന് മുതൽ തുടങ്ങിയാണ്. ഇതുപോലെ ഒരുപാട് ഈ കാമലീലകൾ തുടങ്ങിയ ആളുകളുണ്ട്. ഈ രേണുസുതിയുടെ പാത നയിക്കുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണല്ലോ. ഇത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കൂടി ചെയ്യാനുണ്ട്. വേറെ നല്ല അടിപൊളി പ്രേമരംഗം അതും ഇതുപോലെ ട്രെയിനിൽ തന്നെ, അത് ട്രെയിനിലാണ്. ഈ ട്രെയിനിൽ ഒരു പ്രേമരംഗം ഞാൻ മിനിഞ്ഞാന്ന് വീഡിയോ ചെയ്തതാണ്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഒരു പ്രേമരംഗം കൂടി വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഇതിന് ശേഷം. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഇവരുടെ പാത പിന്തുടർന്ന് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇപ്പോൾ ഈ കോളേജ് കുട്ടികളൊക്കെ ആണല്ലോ ക്യാമ്പസിലൊക്കെ അധികം ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒന്നുമില്ല, ബാംഗ്ലൂരൊക്കെ പോയി നോക്കണം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ലൊരു പാഠം ആർക്കും കാണിച്ചു കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ തന്തമാർ വരെ, അപ്പന്മാർ വരെ, വല്യപ്പന്മാർ വരെ, 10, 60, 65 വയസ്സുള്ള വല്യപ്പന്മാർ വരെ മൊബൈൽ കൊണ്ട് നടക്കുന്നുണ്ട്. രാവിലെ തുറന്ന് നോക്കുമ്പോൾ ഇവരുടെ രൂപമാണ് കാണുന്നത്. മനസ്സിലായില്ല? ഇവരുടെ ഓരോ കൂത്തുകളാണ് കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതെങ്കിൽ ഇനിയെങ്കിലും ജനങ്ങളൊന്ന് മനസ്സിലാക്കുക. അതല്ല വെറുതെ എന്തെങ്കിലും വായിക്ക് വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞിട്ട് അവർ എങ്ങനെയെങ്കിലും ജീവിക്കരുത് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജീവിച്ച് പോട്ടെ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെങ്ങനെയെങ്കിലും ജീവിക്കുമ്പോഴാണ് ഇത് കണ്ടിട്ട് മറ്റുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനായിട്ട് തോന്നുന്നു. മനസ്സിലായില്ലേ? അതാണ്. ഇങ്ങനെ വന്നിട്ട് ആ ചേട്ടൻ ഇങ്ങനെ വന്ന് അടുത്ത് പിടിച്ചിട്ട് തെറി പറയുന്നത് അത് മാത്രമല്ല. മനസ്സിലായില്ലേ? തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല ഇപ്പോൾ വന്നിട്ട് തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒറ്റ കാറിയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ല? അതൊക്കെ അവനായി ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളാണ്. ഇവരൊന്നും നില തുടങ്ങിയതല്ലോ. ഇതൊക്കെ വേറൊരു പ്രശ്നമുണ്ട്. ഒക്കെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അയാൾ ഇതിനകത്ത് പിടിച്ച് ഇടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ 2022 മരിച്ചു പോയൊരു മനുഷ്യനാണ്. പിന്നെ അയാളുടെ പേര് പറഞ്ഞിട്ട് വന്നു സുധിച്ചേട്ടന ഒക്കെ സുധിച്ചേട്ടന. ദുബായി പോകുന്നു സുധിച്ചേട്ടനെ, അവിടെ കാണിക്കുന്ന കൊതൂരിന് സുധിച്ചേട്ടന്. ചെമ്പരത്തി ബാർ ഉദ്ഘാടനം, അവിടെ ഡാൻസ്, ഡ്രാമ, കോപ്പ്, മറിച്ചത്, മാങ്ങാത്തൊലി, അതങ്ങനെ അത് സുധിച്ചേട്ടനാണ്. ഇപ്പം ഇപ്പം ഈ അടുത്തൊരു ഷെയ്ക്കിൻ്റെ കൂടെ ഒരു ആടിക്കൊഴിഞ്ഞ് പോകുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. ദുബായിലെ ഷെയ്ക്കിൻ്റെ ഒപ്പം ഷെയ്ക്ക് വരെ ഇവരെ രേണുസുതിൻ്റെ വരയിലായി. അല്ല, രേണുസുതി അവരെ ഇത് അങ്ങനെ ആക്കിയെടുത്തു, വളച്ചെടുത്തു എന്ന് പറയാം. മനസ്സിലായില്ലേ? ശരിയെന്ന് നിർത്തുന്നു. കൂടുതൽ ഒരുപാട് പറയാനുണ്ട്. ശരിയെന്നാണ് നിൽക്കുന്നത്. ഓക്കെ.